ഈശോയെ, എന്തിനാ നമുക്ക് ഇത്രയും പ്രിയപ്പെട്ടവരെ നീ പെട്ടെന്ന് വിളിക്കുന്നത്? കൂടെ ഉണ്ടാവുമെന്ന് കരുതിയവർ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിപ്പെണ്ണേ, ഒരു പൂവ് വിരിയുന്നത് കൊഴിയാൻ വേണ്ടിയാണെന്ന് അറിഞ്ഞാലും നമ്മൾ ആ പൂവിനെ സ്നേഹിക്കില്ലേ? ജീവിതം അങ്ങനെയാണ്. വരുന്നത് പോലെ തന്നെ പോകുന്നതും നിശ്ചയിക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ ആ ശൂന്യത അതെങ്ങനെയാ മാറ്റുക? ഒരാൾ പോയി കഴിഞ്ഞാൽ ആ വീടും പരിസരവും എത്ര നിശബ്ദമാകും. അവരില്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുക എന്നോർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. മരണം ഒരാളുടെ ശരീരത്തെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ കുഞ്ഞിപ്പെണ്ണേ. അവർ നൽകിയ സ്നേഹത്തെയും ഓർമ്മകളെയും തൊടാൻ മരണത്തിന് കഴിയില്ല. നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. എങ്കിലും ഒന്ന് തൊടാനോ ഒന്ന് മിണ്ടാനോ പറ്റുന്നില്ലല്ലോ. ആ സങ്കടം എങ്ങനെയാ മാറ്റുക ഈശോയെ? സങ്കടം വരുന്നത് സ്വാഭാവികമാണ്. അത് സ്നേഹത്തിൻ്റെ അടയാളമല്ലേ? പക്ഷേ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവർ നമ്മളെക്കുറിച്ച് എന്താണോ ആഗ്രഹിച്ചത് ആ സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ്. നമ്മൾ കരഞ്ഞു തളർന്നിരിക്കുന്നത് കാണാൻ അവരാഗ്രഹിക്കുമോ? ഇല്ലല്ലോ. അതെയല്ലേ, അവർ തന്ന സ്നേഹം എന്നും ഉള്ളിലുണ്ടാകും അല്ലേ ഈശോയെ? തീർച്ചയായും. കടലിലെ തിരമാലകൾ കരയിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ തീരത്ത് മനോഹരമായ കുറേ ചിപ്പികളും കക്കകളും എല്ലാം ഉപേക്ഷിക്കാറില്ലേ? തിരമാല പോയെങ്കിലും അവയെല്ലാം അവിടെ തന്നെ കാണും. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് പോകുമ്പോൾ അവർ വെറുതെ അല്ല പോകുന്നത്. പകരം നമുക്ക് വേണ്ടി ഒരുപാട് നല്ല ഓർമ്മകളും അവർ നൽകിയ സ്നേഹവും ഇവിടെ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി എൻ്റെ കുഞ്ഞുപെണ്ണ് സന്തോഷമായിട്ട് ജീവിക്കും കേട്ടോ.